ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്മാർട്ട് ഫോണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുക എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു വില കേൾക്കുമ്പോൾ പല ആളുകൾക്കും അതൊരു ആഗ്രഹം മാത്രമായിട്ട് ഒതുങ്ങി പോകാറുണ്ട്. നമ്മൾ ആഗ്രഹിച്ച് ഇന്ന ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ഫോൺ വാങ്ങിക്കാമെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു ഫോൺ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ മിക്കവാറും അതിന് നല്ല വിലയായിരിക്കും. അപ്പോൾ മിക്ക ആളുകൾക്കും അതൊരു ആഗ്രഹം മാത്രമായിട്ട് ഒതുങ്ങി പോകാറുണ്ട്. എന്നാൽ അത്തരക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂസ്ഡ് സ്മാർട്ട് ഫോൺ സെയിൽസ്. അതായത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് പോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോൺസ്. നമുക്കറിയാം, ഇന്ന് സ്മാർട്ട് ഫോണിൽ ടെക്നോളജി ആയാലും ഫീച്ചേഴ്സ് ആയാലും ഓരോ ദിവസം കൂടുന്തോറും അതിങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു വ്യക്തി ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുക എന്ന് പറയുന്നത് അവരുടെ പഴയ ഫോണിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കേട് വന്നു എന്നതിനെ തുടർന്നൊന്നും ആയിരിക്കില്ല. പക്ഷേ ഈ ഒരു ട്രെൻഡിങ് അനുസരിച്ച്, അതായത് പുതിയ പുതിയ ഫോൺസ് ഇറങ്ങുമ്പോൾ അതിൽ പുതിയ പുതിയ ടെക്നോളജിയും ഫീച്ചേഴ്സൊക്കെ അവർ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതായത് വാങ്ങിയ ഫോണ് തന്നെ 1-2 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ഏറിക്കഴിഞ്ഞാൽ 1 വർഷം അതുവരെ എത്തിച്ച് പിന്നീട് അവർ മിക്കവരും ഫോൺ മാറ്റും. പ്രത്യേകിച്ച് ആ ഫോണിന് ഒരു കുഴപ്പവും ഉണ്ടായിരിക്കില്ല. സോ അത്രയും വാങ്ങിയ ഫോൺ തന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ മാറ്റുന്ന ആളുകൾ നമുക്ക് ചുറ്റും തന്നെ, നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ വാങ്ങിക്കുമ്പോൾ വിൽക്കുന്ന സമയത്ത് അത്തരം ഫോൺസ് വാങ്ങിക്കാൻ തന്നെ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂസ്ഡ് ഫോൺസ് വാങ്ങിക്കുക, സെക്കൻഡ് ഹാൻഡ് ഫോൺസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. ഫോണിൻ്റെ ബിൽ, അതുപോലെ തന്നെ ബോക്സ് എന്നിവ പരിശോധിക്കണം എന്നതാണ് ആദ്യത്തെ കാര്യം. അതായത് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ അത് മോഷണം മുതൽ അല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതുകൊണ്ട് ആ ഒരു ബോക്സും ബില്ലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഈ ബോക്സിലും ബില്ലും അതുപോലെ ഈ വാറണ്ടി കാർഡിലുള്ള IMEI നമ്പർ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഫോണിലെ IMEI നമ്പറുമായിട്ട് സെയിം ആണോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് ഡ്യുവൽ സിം ഫോൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 IMEI നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്കും ഫോണുമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോണിൽ ഈ IMEI നമ്പർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ #06# എന്ന് കോൾ ചെയ്താൽ മതി. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡ്യുവൽ സിം ആണെങ്കിൽ 2 IMEI നമ്പർ നിങ്ങൾക്ക് വരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഫോണിനൊപ്പം കിട്ടുന്ന ആക്സസറീസ് അത് ഒറിജിനൽ ആണോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ചാർജർ, ഹെഡ്സെറ്റ്, ഇതൊക്കെ ഒറിജിനൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രൈസ് കുറച്ച് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. പിന്നെ എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക ആളുകളും അത് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോൺ നൽകുന്ന ആളുടെ ഒരു അംഗീകൃത ID കാർഡ്, അതിൻ്റെ ഒരു കോപ്പി വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. അധികം ആളുകൾ അതൊന്നും ചെയ്യാറില്ല. പക്ഷേ അത് എപ്പോഴായാലും അത് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ RAM എത്രയുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10,000 റുപ്പീസിൽ വരുന്ന, അതായത് 10,000 രൂപ വില വരുന്ന ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺസിലൊക്കെ തന്നെ 2 GB RAM ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺസ് നോക്കുമ്പോൾ ഒരു 1 GB വരുന്ന ഫോൺസിനൊക്കെ ഒരു 5,000-ന് താഴെയാണ് പ്രൈസ് വരുന്നത്. സോ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 1 GB കുറഞ്ഞ സ്പെസിഫിക്കേഷനിലുള്ള ഫോൺ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് 1 GB മുകളിലോട്ടുള്ള ഫോൺസ് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. ഫോണിൻ്റെ പ്രോസസ്സറാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഏത് കമ്പനിയുടെ പ്രോസസ്സറാണ് ഫോണിലുള്ളത് എന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കണം. 1 വർഷമോ അതിൽ കൂടുതൽ വർഷം പഴക്കമുള്ളതോ ആയിട്ടുള്ള, ഇപ്പം മീഡിയാടെക്കിൻ്റെയൊക്കെ പ്രോസസ്സറാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല ഇപ്പോൾ തരുന്നത്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വരുന്ന ഫോൺസ് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻറ്റലിൻ്റെ പ്രോസസ്സറുള്ള മോഡൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് ഫോൺസിന് കുറവായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുള്ള ഫോൺസ് വാങ്ങിക്കുന്നതായിരിക്കും. വാറണ്ടി പരിശോധിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അതായത് സ്മാർട്ട് ഫോൺ റൂട്ട് ചെയ്ത് പുതിയ OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാറണ്ടി നഷ്ടമാകും. സോ വാറണ്ടി ഇനിയും ബാക്കിയുള്ള ഫോൺസ് വാങ്ങിക്കുന്നതായിരിക്കും ഉചിതം. ഇപ്പം നല്ല ഒരു വില കൊടുത്ത് നമ്മൾ വാറണ്ടി കഴിഞ്ഞ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾക്ക് തൂക്കിക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും വാറണ്ടി
കഴിയാത്ത ഫോൺസ്, ഇനിയുള്ള ഫോൺസ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫോണിന്റെ ഹാർഡ്വെയർ പരിശോധിച്ച് സ്ക്രൂവിന് മുകളിലുള്ള വാറണ്ടി സീൽ ഉണ്ടോ എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തണം. അഞ്ചാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ കണക്ടിവിറ്റി അതുപോലെ തന്നെ ചാർജിങ് സംവിധാനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോൺ ഡെസ്ക്ടോപ്പ് PC ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പുമായോ ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വിവിധ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന സിമ്മുകൾ അത് ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ നെറ്റ്വർക്ക് മാനുവൽ മോഡിൽ സെർച്ച് ചെയ്ത് അത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം തകരാറൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ നോക്കേണ്ട, അതായത് ഇപ്പോൾ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ ഇപ്പോൾ എയർടെൽ അതുപോലെ ഐഡിയ എന്നൊക്കെ പറയുന്നത് ആ ഒരു 2 വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള സിമ്മുകളാണ്. സോ അതിങ്ങനെ മാറി ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഫോൺ എടുക്കുക. പിന്നെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് സ്പീക്കറിൻ്റെ വോളിയം അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലിയർ ആകുന്നുണ്ടോ, പറയുന്നത് ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഈ സെൻസറുകൾ, ഈ GPS, വൈഫൈ അതുപോലെ തന്നെ 4G എന്നീ കണക്ടിവിറ്റികളൊക്കെ അത്തരം സൗകര്യങ്ങളും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് വേറൊരു കാര്യം അതാണ്, ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ വല്ല സ്പോട്ടുകൾ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഡിസ്പ്ലേയിൽ തന്നെ ചില സ്ഥലത്ത് ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലുണ്ടായിരിക്കും, ചിലയിടത്ത് ബ്രൈറ്റ്നസ് കുറവുണ്ടായിരിക്കും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക. ഇപ്പം ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിന് എത്ര സമയം എടുക്കുന്നുണ്ട്, ചാർജ് എത്ര നേരം നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ മൈക്രോ SD കാർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിൽ റീഡ് ആവുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഫോണ് വിൽക്കുമ്പോഴായാലും ശരി അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോഴായാലും ശരി, നിങ്ങളുടെ ആ ഒരു സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു SD കാർഡ് അത് ഊരിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. പിന്നെ ഫാക്ടറി സെറ്റിംഗ്സിലേക്ക് ഫോൺ റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫോണ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അതായത് മിക്ക ആളുകളും ഈ ഐഫോൺസ് ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിൽ ചിലപ്പോൾ ഫോൺ വാങ്ങിക്കാൻ പറ്റിക്കോളണം എന്നില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ ഐഫോൺസ് കിട്ടുകയും വേണം, പക്ഷെ അത്രയും പ്രൈസ് കൊടുത്ത് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അധികം ഇങ്ങനത്തെ സെക്കൻഡ്സ് ആയിരിക്കും വാങ്ങിക്കുക. ഇപ്പം സാംസങ്ങിൻ്റെ S സീരീസിൽ വരുന്ന ഫോൺസ് ആയാലും അതുപോലെ തന്നെ OnePlusൻ്റെ ഫോൺസ് ആയാലും ഒക്കെ ആ ഒരു നല്ല പ്രൈസ് വരുന്ന ഫോൺസൊക്കെ ഇത്തരം നമ്മൾ സെക്കൻഡ്സ് വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കാം. അങ്ങനെ ആയിരിക്കുമ്പോൾ അത്തരം അബദ്ധങ്ങളൊന്നും ആർക്കും പറ്റില്ല. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.